Hey guys, welcome to my channel Level Loop. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, സർവൈവൽ വീഡിയോ ആണ്. പേരൊന്നും നമ്മൾ ഇപ്പോൾ ഇടുന്നില്ല. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വല്ല പേരുണ്ടെങ്കിൽ ആ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞേക്ക് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ ചീറ്റ്സ് ഒന്നും ഓൺ ആക്കിയിട്ടില്ല. ബട്ട് സ്റ്റാർട്ടിങ് മാപ്പും ബോണസ് ടെസ്റ്റ് ഷോ കോർഡിനേറ്റ്സ് ഷോ ഡേറ്റ്സ് പ്ലേഡ് അതെല്ലാം ഞാൻ ഓൺ ആക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, നിങ്ങൾക്കൊരു പ്രൂഫിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടി അതെല്ലാം ഹാർഡായിട്ടാണ് ഞാൻ ആദ്യം ഇടുന്നത് ഗൈസ്. ഓക്കെ, നോ ചീറ്റ്സ് ഓൺ ഇറ്റ്, നോ ആഡ് ഓൺസ് ഓർ എനിത്തിങ്. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വേൾഡ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് ഇതിന് പറ്റുന്നൊരു പേര് നിങ്ങൾ എന്തായാലും ഒരു കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ ആരും ഇട്ടില്ലെങ്കിൽ വലിയതായിട്ട് ഇത് കമൻറ്റ് സെക്ഷനിൽ ഓപ്ഷൻസോ കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഞാൻ തന്നെ ഏതെങ്കിലും പേര് ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പറയാൻ പറ്റത്തില്ല, ഒരു പേര് നമുക്ക് എന്തിടാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ലീഡ്സ് ക്യാൻ ബി അപ്പോഴത്തേക്കും മാറി ഗൈസ്. ഓക്കെ ഓക്കെ ഇത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഈ ലോഡിങ് എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഗൈസ്. ഓക്കെ, കോബിൾ സ്റ്റോൺസ് ഈസ് റെസിസ്റ്റൻറ്റ് ടു കോസ്റ്റ് ഫയർബോൾസ്, ഗ്യാസ് ഫയർബോൾസ്. ഓക്കെ, ഗ്യാസ്, സോറി. ഓക്കെ ഗൈസ്, ഗാസ്റ്റിൻ്റെ ഫയർ ബോൾസ് അത് ഇത് റെസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞത്, ഞാനത് ഗോസ്റ്റ് എന്നാണ് വായിച്ചത്. സോറി ഫോർ മിസ്റ്റേക്ക്. എന്തായാലും ഇത് ലോഡ് ആവാനായിട്ട് കുറച്ചേറെ ടൈം എടുക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ 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 ഗൈസ്, നമുക്കപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്, കയ്യിൽ മാപ്പുണ്ട്. മാപ്പിൻ്റെ കൂടെ തന്നെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഗൈസ്. ഓക്കെ, ആ ചെസ്റ്റ് നമുക്കൊന്ന് തുറന്ന് നോക്കിയേക്കാം. അതിനകത്ത് അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. ഓക്കെ, പിക്കാക്സ്, വുഡൻ പിക്കാക്സ് ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചങ്ങെടുക്കാം, മൊത്തത്തിൽ നമുക്കങ്ങ് കവർ ചെയ്യാം. ഓക്കെ, ഫുൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ടോർച്ചും നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ വന്നിരിക്കുന്നൊരു സ്പ്രൂസ് ഭയത്തിലാണ് ഗൈസ്. ഓക്കെ ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ആക്സ് ഉണ്ട്. നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഒരു സ്പ്രൂസ് ട്രീ അങ്ങ് വെട്ടിയിട്ടേക്കാം ഗൈസ്. ഓക്കെ, അത്യാവശ്യം ഇവിടെ ഓഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അത്യാവശ്യം നല്ലൊരു സ്പോണാണെന്നാണ് തോന്നുന്നത്. മീൻസ് ഇത് കൊള്ളാം ഗൈസ്. ഇത് പുതിയ മൈൻക്രാഫ്റ്റിൻ്റെ അപ്ഡേഷനിൽ വന്നതാണ് ഗൈസ്. ഓക്കെ, ഓരോരോ ബയോമിലും ഓരോരോ ആനിമൽസിന് ഇങ്ങനെ ഒരു പ്രത്യേകതരം സ്കിൻ ടൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അപ്ഡേഷനാണ്. ഈ കോഴിക്കൊക്കെ തന്നെ ഗൈസ് ഗ്രേയിഷ് സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനത്തെ ഒരു കളറാണ്. നമുക്ക് എന്തായാലും ഈ ഒരു വുഡ് കട്ട് ചെയ്തേക്കാം ഗൈസ്. ഓക്കെ, വുഡ് സ്റ്റോൺ നമുക്ക് ഒപ്പിക്കാൻ പറ്റും ഇപ്പോൾ തന്നെ. എന്നാലും ഫസ്റ്റ് നമ്മളെപ്പോൾ ഒരു വേൾഡ് തുടങ്ങിയാലും ഏതെങ്കിലും ഒരു മരത്തിനെ നമ്മൾ ആദ്യം വെട്ടണം ഗൈസ്. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി, മനസ്സിലായ ഗൈസ്. നമ്മൾ എന്തായാലും എവിടെ വരെ വെട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പറ്റുന്ന ഇത്ര വെട്ടി ഗൈസ്. നീ തണ്ടില്ലാതെ നിന്നോ വരെ എന്ന് ഞാൻ പറയും ഗൈസ്. എന്തായാലും നമുക്കിവിടെ ഒരു അത്യാവശ്യം കിട്ടാനുള്ള സാധനങ്ങൾ ഒപ്പിക്കണം ഗൈസ്. ഓക്കെ, അതായത് ആദ്യമേ ഇവിടെ ഒരു നമുക്ക് വില്ലേജ് തപ്പണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും സ്ട്രക്ചേഴ്സോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ലൂട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളാ ഗൈസ്. ഇവിടുത്തെ എന്തായാലും നമുക്ക് സ്റ്റോൺ എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ നിന്ന് നമുക്ക് എടുക്കാൻ തോന്നുന്നു ഗൈസ്. ഓക്കെ, ആ വുഡൻ പിക്കാക്സ് വെച്ചിട്ട് നമുക്കൊരു അത്യാവശ്യത്തിനുള്ള കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്തേക്കാം ഗൈസ്. ഓക്കെ, അച്ചീവ്മെൻറ്റ്സ് വരുന്നുണ്ട്. ആസ് യു കൻ സീ, ചീറ്റ്സ് അവൈലബിൾ ആണെങ്കിലും മറ്റ് മോഡ് വരെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ അച്ചീവ്മെൻറ്റ്സ് അൺലോക്ക് ആവില്ല. സോ യു കൻ സീ ഇറ്റ്സ് കംപ്ലീറ്റ്ലി റിയൽ. ഞാൻ ഈ ഹാർഡ് കോർ വേൾഡിൻ്റെ ഒരു സീരീസ് ഞാൻ ഇടാൻ പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഹാർഡായിട്ടുള്ള മോഡിൽ ഞാൻ ഈ വേൾഡ് തുടങ്ങിയിരിക്കുന്നത്. മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും, സീനൊന്നുമില്ല. മറ്റേ ഹാർഡ് കോർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആവും വേൾഡ്, നമുക്ക് പിന്നെ റീസ്പോൺ ആവാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഞാൻ തുടങ്ങിയത് ഹാർഡ് കോറായിട്ടല്ല, ജസ്റ്റ് ഒരു ഹാർഡ് മോട്ടായിട്ടാണ് ഞാൻ തുടങ്ങിയത്. അത്യാവശ്യം മോൺസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ പാടായിരിക്കും കൊല്ലാനും കാര്യങ്ങളും, പക്ഷെ നമ്മൾ റീസ്പോൺ ആവും ഗൈസ്. ഓക്കെ, നമ്മളെ ഒരു 30 കോബിൾ സ്റ്റോൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബാക്കി ഇനി നമുക്ക് വുഡൻ ടൂൾസിൻ്റെ ഒന്നും ആവശ്യം, ആക്സ് പിന്നെ നമ്മുടെ തന്നെ വയൽ വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും കയ്യിലിരിക്കട്ടെ. നമുക്കാദ്യം മാപ്പ് എന്തായാലും നോക്കാം ഗൈസ്. നമ്മൾ ഓക്കെ ഗൈസ്, ഇതൊരു ഓഷൻ്റെ അടുത്തുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു ഗൈസ്.
നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് മാപ്പ് ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കാൻ പറ്റുമെന്നാണ് കേസ്. ഓക്കെ, നമുക്കത് നോക്കിയേക്കാം. ലെവൽ 3 മാപ്പാണ് കേസ്. ഓക്കെ, ഒരു മാപ്പും കൂടെ എൻക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലെവൽ 4 മാപ്പാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇത് കാണാൻ പറ്റും. ഇതിപ്പം ലെവൽ 3 ആയതുകൊണ്ടാണ് അത്രയ്ക്ക് കാണാത്തത്. ഗൈസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കുറേ ഫോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാപ്പിൽ സൈഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ചെറുതായിട്ടൊരു വൈറ്റ് സ്പോട്ട് കാണുന്നുണ്ട്, ഒരു ഐസ്നോ. ഗൈസ് നമ്മളെന്തായാലും സ്പോൺ അയക്കുന്നത് നല്ലൊരു സ്ഥലത്താണ്. എന്താ പറയുക, ഒരു റൂവൻഡ് പോർട്ടൽ ഉണ്ട് ഗൈസ് ഇവിടെ. ഓക്കെ, ആദ്യം കോൾ എടുക്കാനായിട്ട് നമുക്കാദ്യം സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കിയേക്കാം. അതിനാദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം ഗൈസ്. ഓക്കെ, നമ്മളിതൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ പോലും ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ പ്ലേസ് ചെയ്തു. നേരെ ഇപ്പോൾ ഒരു സ്റ്റോൺ പിക്കാക്സ്, സ്റ്റോൺ ആക്സ് വേണമെന്നില്ല, ഇപ്പോൾ വേണമെന്നില്ല, അതുകൊണ്ട് നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ് ഗൈസ്. ഓക്കെ, സ്റ്റോൺ പിക്കാക്സ് വെച്ചിട്ട് നമുക്ക് ഈ കോളെല്ലാം മൈൻ ചെയ്തെടുക്കാം ഗൈസ്. കാരണം ഒന്നാമത്തെ കാര്യം ചാർക്കോൾ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഭയങ്കര പണിയുള്ള പരിപാടിയാണ് ഗൈസ്. വെറുതെ ഫ്യൂവലായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പോവും. ചാർക്കോൾ ഉണ്ടാക്കിയാൽ നമുക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, ടോർച്ച് കിട്ടാനുള്ളത്. ഞാൻ കുറച്ച് സൗണ്ട് കൂട്ടിയതാണ് ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഗെയിമിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാനായിട്ട് ഞാൻ ഒന്ന് കൂട്ടിയതാണ് ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്കിപ്പോൾ ഇവിടുത്തെ കോളെല്ലാം അങ്ങ് മൈൻ ചെയ്തേക്കാം ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോള് കിട്ടാൻ പാടാണ്. ഭയങ്കരമായിട്ട് ഹൈ റൈസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഇതുപോലെ വെളിയിലായിട്ട് നിൽക്കുന്ന കോള് കിട്ടാൻ പാടൊന്നുമില്ല, മൈൻഡ് ചെയ്താൽ കിട്ടും. പക്ഷേ മീൻസ് എനിക്ക് യൂഷ്വലി ഗെയിം പ്ലേ ചെയ്യുമ്പോഴൊക്കെ കോള് ഭയങ്കര ഒരു ഹാർഡ് റീസോഴ്സാണ് ഗൈസ്. ഓക്കെ, ഡയമണ്ട്സ് പിന്നെയും കിട്ടും ഗൈസ്. ഓക്കെ, കോള് കിട്ടാനാണ് എനിക്ക് പാട്. നമുക്ക് എന്തായാലും റൂവൻഡ് പോർട്ടലിൻ്റെ അവിടുത്തെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ് എന്താ ഉള്ളത് എന്നതിനകത്ത്. ഓക്കെ ഗൈസ്, 2 ഗോൾഡ് ബ്ലോക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട്. പെയിൻ ഓഫ് ആർട്ടേഴ്സ് ആൻഡ് എഫിഷ്യൻസി 2ൻ്റെ ഒരു ഹോ ഉണ്ട് ഗൈസ്. ഓക്കെ, ഗോൾഡൻ ഹോ ആണ്. അതായത് നമുക്ക് ചെസ്റ്റോടെ നമുക്ക് പൊളിച്ചേക്കാം ഗൈസ്. ഓക്കെ, ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഗോൾഡ് ഇട്ടിട്ടുണ്ട്. ഈ റൂവൻഡ് പോർട്ടൽ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഗൈസ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ തന്നെ ഒരു ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് വല്ല വില്ലേജ് ഉണ്ടെങ്കിൽ 2 വില്ലേജസിനെ ഇങ്ങോട്ടൊന്ന് ബോട്ട് വരി വല്ലതും കൊണ്ടുവന്നാൽ മതി ഗൈസ്. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല സ്പോട്ടാണ് ഒരു സെറ്റപ്പ് റെഡിയാക്കാനായിട്ട്. മീൻസ് ഒരു ലേക്ക് വില്ല ടൈപ്പ് അങ്ങനത്തെ ഒരു ബേസ് ഉണ്ടാക്കാനായിട്ട് എന്നല്ല. ഓക്കെ ഗൈസ്, ഒരു വോൾഫിനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഐ റിയലി ലൈക്ക് ഡോഗീസ്. കോൾ ഇവിടെ ഉണ്ട്, കോൾ മൈൻഡ് ചെയ്തേക്കാം. നമുക്കെന്തായാലും ഇന്ന് നോക്കേണ്ടി വരും. ഒരു എന്താ പറയുക, സ്കെൽട്ടൻസ് വല്ലതും കിട്ടുമെന്ന് നമുക്ക് നോക്കണം ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സ്കെൽട്ടൻസിനെ കൊല്ലാൻ ഭയങ്കര പാടാണ് ഗൈസ്. ഓക്കെ, കാരണം അവർ ഈ ലോങ് റേഞ്ച് അറ്റാക്ക് ചുമ്മാ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഇത് ഹാർഡായിട്ടാണ് ഞാൻ മോഡ് ഇട്ടേക്കുന്നത്. ഈസി മോഡായിരുന്നെങ്കിൽ പിന്നെയും കയറി അവന്മാരെ അടിച്ചു കൊല്ലായിരുന്നു ഗൈസ്. പിന്നെ പീസ്ഫുള്ളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ സ്പോണാകത്ത് പോലും ഇല്ല, വേറെ കാര്യം. നമുക്കെന്തായാലും നൈറ്റ് വരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. എന്തായാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി പെറ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ ഒന്നും ഷീപ്പിനെ കണ്ടില്ല. ഷീപ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് ബെഡ് സെറ്റ് ചെയ്യാൻ നോക്കാമെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, രാത്രി ആവുന്നതിന് മുമ്പ് ഒരു എത്ര ഷീപ്പ് കണ്ട് നമ്മളൊരു ബെഡ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ ചാവാറാ പോയി കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഇട്ട് വെക്കാമെന്ന് ഗൈസ്. ഓക്കെ, എനിക്ക് ആദ്യത്തെ ദിവസത്തിൽ തന്നെ ചാവണമെന്ന് വലിയ ആഗ്രഹമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞാണ് ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു കേസ് ഇവിടെ സ്പ്രൂസ് ഭയം എൻഡായിട്ട് നമ്മുടെ അടുത്ത ഒരു ഓക്ക് അങ്ങനത്തെ ഒരു ഭയമാണ്. ഓക്കും നമ്മുടെ ഈ വൂട്ടിൻ്റെ പേരെന്ത് വരുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. മറ്റേ വൈറ്റ് ആൻഡ് ബ്ലാക്ക് വൂട്ട് ടൈപ്പ് ഗൈസ് മാപ്പിൽ കാണിക്കുന്നുണ്ട്. നേരെ നമ്മളങ്ങോട്ട് പോകുന്ന വഴി അവിടെ ഒരു ഇതുണ്ടെന്ന്, മീൻസ് സ്നോയി പാൻ. ഓക്കെ ഗൈസ്, ഒരു ഷീപ്പിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ എന്തായാലും നമുക്കൊന്ന് തീർക്കാൻ നോക്കാം. പോയി ഹലോ ഹായ്, ഞാൻ വന്ന വഴി കൂടെ പോകുന്നുണ്ട് അവിടെ അല്ല. കേസ് നമ്മൾ എന്തായാലും ഫസ്റ്റ് ഷീപ്പിനെ എന്തായാലും നമ്മൾ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഷീപ്പ് കൂടെ വേണം കേസ്. ഓക്കെ, 2 ഷീപ്പ് കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ഊണ് നമുക്ക്
ആക്ച്വലി ഗൈസ് രണ്ട് ഷീൽഡ്സ് ഉണ്ടെങ്കിൽ ബോൾ കട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ട് ഇത് കിട്ടുമെന്ന്. നമുക്ക് ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. മീൻസ് വേറെ കളറാണ്. അത് നമുക്ക് കുഴപ്പമില്ല, ഒരു ഡൈ വെച്ച് നമുക്ക് സെറ്റാക്കാവുന്നേ ഉള്ളൂ. ഒരെണ്ണത്തിനെ കൂടെ കിട്ടി വരുന്നെങ്കിൽ ഷീപ്പിനെ തപ്പിപ്പിടിക്കാനുള്ള പണിയാണ് ഗൈസ് ഇവിടെ നടക്കുന്നത്. മീൻസ് ബ്രിഞ്ചോ അങ്ങനെ കണ്ടല്ലായിരുന്നു ഗൈസ്. ഈ ഒരു വുഡ് ടൈപ്പിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഓക്കെ, ബ്രാഞ്ച് ബ്രിഡ്ജ് അങ്ങനെ കണ്ട ബി വെച്ച് തുടങ്ങുന്ന ഏതൊരു വുഡ് ടൈപ്പ് ആയിരുന്നു. എന്തായാലും ഓക്കിൻ്റെ കൂടെ മിക്സ്ഡ് ആയിട്ട് ഈ ഒരു ഭയമാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഡൈയും കൂടെ എടുത്തേക്കാം. മറ്റേ റെഡ് ഡൈ ഇല്ല, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ടൈപ്പ് വൂളാണെങ്കിലും നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ റെഡിയാകും ഗൈസ്. ഓക്കെ, എന്തായാലും ഞാനിവിടെ വേറൊരു ഷീപ്പിനെ കാണുന്നില്ല ഗൈസ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പണി. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു കേവ് മീൻസ് പ്രവീൺ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, സന്ധ്യ ആയിട്ടുണ്ട്. ലാസ്റ്റ് ഷീപ്പിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. റൂൾസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സ്കെൽട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കൊല്ലാന്ന് വിചാരിച്ചു. പൊന്നു മക്കള് ഗൈസ്, എന്തായാലും പട്ടികൾ നമുക്ക് ഫുൾ സപ്പോർട്ടാണ് ഗൈസ്. ഓക്കെ, മീൻസ് ഒരുത്തനെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ടീം ചെയ്യാൻ നോക്കുക ഗൈസ്. ഓക്കെ, കാരണം അവന്മാരുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ രാത്രി ജീവിച്ച് പോകാൻ പോകുന്നത്. റെഡ് ആയി നമുക്ക് എന്തായാലും 3 റെഡി ആക്കിയേക്കാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, തോന്നുന്നു റെഡ് ആയി വെച്ചിട്ട്. ഓക്കെ ഗൈസ്, അവിടെ കാണിക്കുന്നുണ്ട്. എന്താ ഇവിടെ റെഡ് ബുൾ. ഓക്കെ ഗൈസ്, ബെഡ് കാണിക്കുന്നില്ല. കുറച്ച് ഊട്ടെടുത്ത് ഓക്കെ ഗൈസ്, നമ്മൾ ഒരെണ്ണം ചെയ്തില്ലായിരുന്നു. സോറി ഗൈസ്. ഓക്കെ, ഒരു 2 ബ്ലാക്ക് ബോളാണ് നമ്മൾ റെഡ് ബോളിലോട്ട് ആക്കിയത്. ഒരു ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് റെഡ് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഐ മീൻ റെഡ് ബെഡ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ അടുത്ത് സ്കെലറ്റൻസിനൊന്നും കാണുന്നില്ല ഗൈസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു 2-3 സ്കെലറ്റൻസ് പോകണമെന്ന് കണ്ടിട്ട് നമുക്കങ്ങ് കിടന്ന് ഉറങ്ങാമായിരുന്നു ഗൈസ്. ഓക്കെ, മീൻസ് ബെഡ് സ്ലീപ്പ് ചെയ്യുന്നു. നിൽക്കണം, അങ്ങനെ നിനക്കുള്ള ബോൺ സെറ്റാക്കാം. ഒരുത്തനെങ്കിലും ഞാൻ ടീം ചെയ്യും ഗൈസ്. ഓക്കെ, ഒരു വുൾഫിനെങ്കിലും ഞാൻ ടീം ചെയ്തിരിക്കും. ഓക്കെ, നിലവിലിപ്പോൾ ഇവിടെ സ്കെലട്ടനെ ഒന്നും ഞാൻ കാണുന്നില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ബെഡ് അങ്ങോട്ട് വിരിച്ചിട്ട് കിടക്കുകയാണ് ഗൈസ്. ഓക്കെ, അവിടെ അങ്ങോട്ട് സൈഡിലൊരു സ്കെലട്ടൻ ഉണ്ട്. ഞാൻ കണ്ടായിരുന്നു, എൻ്റെ ഒരു സെലിബ്രിറ്റി ഞാൻ കണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ ആയിട്ട് അങ്ങോട്ടാണ് ഗൈസ് കണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഗൈസ്. ഓക്കെ, ഒരെണ്ണമാണ് ഗൈസ് ഉള്ളത്. ജസ്റ്റ് ചാവുന്നതിന് മുമ്പ് അവനിപ്പോൾ അടിക്കണം. ഓക്കെ ഗൈസ്, ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഒറ്റൊരു ബോണെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഒരെണ്ണമാണോ 2 നോക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ കുറേ പശുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാം കൊന്നേക്കാം. കാരണം ഒന്നാമത് ഞാൻ ഭയങ്കരമായിട്ട് ഹംഗ്രിയാണ്. മീൻസ് ഹങ്കറിനായിരുന്നു. എൻ്റെ ഹങ്കർ ബാർ ഭയങ്കര ലോ ആണ്. ഓക്കെ, ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നില്ല ഗൈസ്. അതവിടെ പോയി. ഗൈസ്, നമ്മുടെ കയ്യിൽ ഒരു ബോണുണ്ട്. നമുക്ക് ആ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നല്ലോ എൻ്റെ കൂടെ, അവനവിടെ പോയി. അതാണ് ഗൈസ്. ഓക്കെ, നിൽക്കണം. അവൻ താണ്ട് മൊയലിൻ്റെ പുറകെ പോകുന്നു, ഞാൻ അവൻ്റെ പുറകെ പോകുന്നു ഗൈസ്. 2 മൊയൽ. ഇവനാരുടെ പുറകെ പോകും, കറുപ്പോ ബ്രൗണോ. റേസിസ്റ്റ് ഗായ് കറുപ്പിൻ്റെ പുറകെ തന്നെ പോയി. നിൽക്കണം കളിപ്പാടാ. കലി കയറി കണക്കാണ് ഗൈസ്. ഓക്കെ, കളിപ്പാ നിൽക്കണം. ബോന്തരാന്ന് എന്നെ കൊല്ലാൻ വരുവാണ് ഇവൻ. അല്ല ബണ്ണിയെ കൊല്ലാൻ വന്ന. ഞാൻ വിചാരിച്ചു ഞാൻ വല്ലതും അറിയാതെ വല്ല ഇവനെ അടിച്ചോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവൻ എവിടെ വരെ പോകുമെന്ന് നോക്കാം ഗൈസ്. ഓക്കെ, മീൻസ് ഒന്ന് നിന്ന് വന്നാണെങ്കിൽ ഈ ബോൺ ഒന്ന് കൊടുത്തു നോക്കാം ഗൈസ്. ഫസ്റ്റ് ട്രൈ ടൈം ആയി കഴിഞ്ഞാൽ ഗൈസ് that's gonna be wild. Okay guys, എന്തായാലും എന്താ ഇവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അവിടെ പിക്കുണ്ട് ഗൈസ്. ഓക്കെ, നീ ഒട്ട് എന്താണ് മോനെ? ഹൈ ടീം
നടന്നില്ല ഗൈസ്. ആ ഒരു ബോൺ പോരാ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇപ്പോൾ കയ്യിലിരിക്കുന്ന ഈ ഫുഡെല്ലാം ഒന്ന് കുക്ക് ചെയ്തിട്ട് ഇതൊന്ന് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ആ റെവീൻ കണ്ടെടുത്തിട്ട് ആ റെവീൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കാം ഗൈസ്. ചിലപ്പോൾ സ്കെൽട്ടൻസ് വല്ലതും കിട്ടുവാണെങ്കിൽ അങ്ങനെ 2-3 ബോൺ സെറ്റാക്കിയിട്ട് നമുക്ക് ഒരു പട്ടിക്കുട്ടിയെ ടൈം ചെയ്തെടുക്കാം ഗൈസ്. ഓക്കെ ഓക്കെ, സോ ഇവിടെ നമുക്ക് 2 ചെസ്റ്റ് ഇരിക്കുന്ന 2 ചെസ്റ്റ് നമുക്ക് ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്തേക്കാം ഗൈസ്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് യൂണിറ്റ് പോലെ ഉണ്ടാക്കി വെച്ചേക്കാം ഗൈസ്. ആവശ്യമില്ലാത്ത സാധനം എല്ലാം പോട്ടെ. മഷ്റൂം കോഡൊന്നും എനിക്ക് വേണ്ട ഗൈസ്. ഓക്കെ, ഫിഷ്, ബീട്രൂട്ട് സീഡ്, അക്കേഷ്യ വുഡ്, ഡോട്ട്, ക്യാരറ്റൊക്കെ കൈ വെച്ച് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പണി പാളും കേസ്. ഓക്കെ, ഒരു ബ്രെഡുണ്ട്. കോളിൻ്റെ പകുതി നമ്മൾ കൈ വെച്ചേക്കാം കേസ്. ഓക്കെ, പകുതി കൈ വെച്ചിട്ട് പകുതി ഇതിനകത്ത് ഇട്ടേക്കാം. ഗോൾഡൻ ടൂൾസ് എല്ലാം എടുത്ത് ഇട്ടേക്കാം, വലിയ ആവശ്യമൊന്നുമില്ല കേസ്. ഓക്കെ, മീൻസ് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും കേസ്. ഗോൾഡിൻ്റെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് പൊട്ടിപ്പോകും. സോ നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ളത് ഒരു ഗോൾഡനില്ല ഫേണസ്. ഓക്കെ, ഒരു ഫേണസ് സെറ്റാക്കുക. എന്നിട്ട് നമ്മുടെ ഫുഡെല്ലാം ഒന്ന് കുക്ക് ചെയ്യുക. കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ സീനില്ല കേസ്. ഓക്കെ കേസ് എടുക്കും. ഐ ആക്സിഡൻ്റലി സ്വിച്ച്ഡ് അപ്പ്. ഞാൻ സ്റ്റേക്കിന് പകരം കോബിൾ സ്റ്റോൺ ആണ് കേസ് ഇട്ടത്. അത് ഞാൻ റേസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേസ്. ഓക്കെ ഓക്കെ ഗൈസ്, ഒരു സ്റ്റേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നൈസ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കഴിക്കാം. നമുക്ക് ഒന്നത് ഹങ്കർ ഭയങ്കര ലോ ആണ് ഗൈസ്. 2 ഉണ്ട് ഗൈസ്. അത് നിറയ്ക്കാനായിട്ട് സ്റ്റേക്ക് വേസ്റ്റ് ചെയ്യുന്നില്ല. കാരണം സ്റ്റേക്കിനകത്ത് 4 ഹങ്കർ പോയിൻറ്റ്സ് മീൻസ് ഹങ്കർ ബാറിൻ്റെ പോയിൻറ്റ്സ് കൂടുന്നതാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഈ മട്ടൺ കുക്ക് ചെയ്യാനിട്ട് നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ വല്ലതും ഇനി അടുത്ത പ്രേ വല്ലതും ഉണ്ടോ, നമുക്ക് ഹണ്ട് ചെയ്യാൻ പറ്റുന്ന വല്ലതും ഉണ്ടോ എന്ന് നോക്കാം ഗൈസ്. ഓക്കെ, ഈ റാബിറ്റിനെ ഒന്ന് കണ്ടിട്ട് കാര്യമില്ല. ഓക്കെ ഗൈസ്, ഇഷ്ടപ്പെട്ട അവിടെ നില്ല്. അമ്മണിക്കുട്ടിയെ നമ്മൾ കൊന്നിരിക്കുന്നു ഗൈസ്. ഓക്കെ, അമ്മണിക്കുട്ടിയെ നമ്മൾ കിങ്ങിണിക്കുട്ടി ആക്കിയിരിക്കുന്നു. ഒന്ന് നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അമ്മണിക്കുട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു കിങ്ങിണിക്കുട്ടി നോക്കാം. കിങ്ങിണിക്കുട്ടി കേസ്. നമുക്ക് എന്തായാലും ഇവിടെ ഒരു അമ്മണിക്കുട്ടിയെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ കേസ്. ഓക്കെ, വേറെ നമ്മൾ കണ്ടില്ല. എന്തായാലും നമുക്ക് ആ മട്ടൻ പോയി നോക്കാം കുക്കായെന്ന്. കേസ് എന്നാൽ മട്ടൻ 3 കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനിയും അടുത്ത പരിപാടിയായിട്ട് നേരെ റെവ്യൂവിൽ പോകാനുള്ള ഒരു പ്ലാനാണ് എനിക്ക്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ടൊന്ന് ചെല്ലാം കേസ്. നമുക്കൊന്ന് തപ്പിപ്പിടിക്കാം. റെവ്യൂവിന് ഇവിടെ വരുന്നതെന്ന് എനിക്ക് അവരുടെ ഓർമ്മയില്ല. പോകുന്ന വഴി വല്ല ഫുഡിനെ കണ്ടു കഴിഞ്ഞാൽ നോക്കാം ഗൈസ്, മനസ്സിലായോ? ഗൈസ്, നമ്മളിതാ റവീൻ്റെ ഒക്കെ പോകുന്ന പോക്കാണ് ഗൈസ്. ഓക്കെ, ബുഷ് കിട്ടി. നമുക്ക് പിന്നെ ആവശ്യം വരും ഗൈസ്. ഞാനിതിപ്പോൾ എടുക്കാൻ പോകുന്നില്ല. കാരണം റവീനി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആ ബെറിയൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ നേരം കാണത്ത് പോകില്ല. ദാണ്ടിരിക്കുന്നൊരു കിങ്ങിണിക്കുട്ടി. മിസ്സസ് കിങ്ങിണി, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ മിസ് കിങ്ങിണി? ചാവടി കിങ്ങിണി അവിടെ അല്ലടി. ഓക്കെ, കിങ്ങിണി നമുക്ക് മട്ടൻ തന്നിരിക്കുന്നു ഗൈസ്. വാവ്, നമുക്ക് റവീൻ ചാടിപ്പോകാം. ഞാണ്ട് ഗൈസ്, ഒരുത്തൻ ചാവാനായിട്ട് കയറി വരുന്നു. ഒരു സോംബി തലവൻ വരുന്നുണ്ട് ഗൈസ്. ഇവന്മാർക്കൊക്കെ ഞാൻ വരുന്നത് ഇങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നു. സെൻസ് ഉണ്ടോ? സെൻസിബിലിറ്റി ഉണ്ടോ നമുക്ക്? സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ നമുക്ക്? ചത്തിട്ടിരിക്കുന്നു. കുറച്ച് ടോർച്ചിങ് എടുത്ത കേസ്. ഇതുപോലത്തെ സെൻസിബിലിറ്റി ഇല്ലാത്ത കുറേ നാശം പിടിച്ച സോംബീസ് വരും. അപ്പോൾ മരം ഓടിക്കാനാണ് കേസ്. ഓക്കെ, താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്തോ ഉണ്ട് കേസ്. പക്ഷേ ഞാൻ താഴോട്ട് പോകുന്നില്ല കേസ്. ഫ്രണ്ട് അയൺ കാണുന്നുണ്ട് കേസ്. താഴോട്ട് എന്തോ ഒരു വലിയൊരു ഗുഹയാണ് കേസ്. ഓക്കെ ഓക്കെ കേസ്, കുറച്ച് അയണുണ്ട്. അന്നേരം കൂടെ ഓടിയിരിക്കുകയാണ്. അവിടെ പോകാം. സെൻസ് റെസ്പോൺസിബിലിറ്റി അവിടെ ചത്തിട്ടുണ്ട് കേസ്. ഓക്കെ
നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ടോർച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത മാരണം വല്ല വരുമോന്ന്. അയ്യോ വന്ന കേസ് തേടിയ വള്ളി കാറി ചുറ്റിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, തേടിയ വള്ളി കാലെ ചുറ്റിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമുക്കൊന്ന് ഹൈ റൈസിൽ പോയി നിൽക്കാം കേസ്. അവനെന്തായാലും എന്നെ കൊല്ലാൻ വരുവാണ് കേസ്. ഓക്കെ, അവനെ ബോളും കൊണ്ട് എന്നെ കൊല്ലാൻ വരികയാണ്. ഞാനവനെ തീർത്തിരിക്കും കേസ്. നമുക്കൊരു ജമ്പ് ചെയ്തിട്ടൊരു ജമ്പിങ് ചെക്കാക്ക് കാണിച്ചു കൊടുത്താലോ. അവൻ്റെ തലമുണ്ട കിട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ അവൻ ചാവൂ. ഇല്ല കേസ്, നമുക്ക് നേരെ പോയി ഫ്രണ്ടിൽ നിന്നൊരു ചാർജ് കൊടുക്കാം കേസ്. അങ്ങനെ തീർത്തിട്ടുള്ളൂ, വേറെ കാര്യം. നമുക്ക് പട്ടിക്കുട്ടി വേണം. സോ അതിൻ്റെ കൊല്ലടാവേ, ഇപ്പോൾ കൊന്നേനെ, ഇപ്പോൾ കൊല്ലും കേസ്. അവൻ ചത്ത് കേസ്. എന്തായാലും നമ്മൾ ചെയ്യാവുന്നതിന് മുമ്പ് അവൻ ചത്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിരുന്നു കേസ്. നമുക്ക് 2 ബോണാണ് അവൻ ഡ്രോപ്പ് ചെയ്തത്. നൊസീൻ. ഓക്കെ, ഹങ്കർ ബാറൊക്കെ ഫുള്ളാണ് കേസ്. ഓക്കെ, ഈ അയൺ എന്തായാലും നമുക്ക് എടുത്തേക്കാം. ഒരു ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റും കേസ്. ഓക്കെ, ഇത് വെച്ചൊരു ഷീൽഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഒരു ആരോഗ്യം അത്രയ്ക്ക് പേടിക്കണ്ട കേസ്. ഓക്കെ, നമുക്ക് ആർമറൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായൊരു ഇതുണ്ട് കേസ്. ഓക്കെ, കോപ്പറും കൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ആർമറോ കുന്തവും കുറച്ചൊക്കെ വേണ്ടുണ്ടാക്കാൻ പറ്റും അതെന്താ കേസ്. ഏതാണ് ആ വള്ളി, ഏതാണ് ആ മാരണം കേസ്? ഏതോ ഒരു മാരണം എന്നെ പാടിച്ചു കേസ്. ഓക്കെ, ആഹാ സവാഷ്, ആരോ ഒരുത്തൻ ഫീൽഡ് വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും ഇവിടെ ഒരു ലൈറ്റ് കത്തിക്കാം. ലൈറ്റ് ടോർച്ച്. എന്തായാലും നമുക്കിവിടെ ഒരു ഒന്നും കാണുന്നില്ല കേസ്. ടോർച്ച് കത്തിച്ച് നോക്കേണ്ടി വരും. നമുക്കിവിടെ ടോർച്ച് കത്തിച്ച് ഞാൻ പറയട്ടെ, ഇത് മാത്രം തുറന്നിട്ട് ആ മാരണത്തിന് ഇതിനകത്തിട്ട് നമുക്ക് ക്ലോസ് റേഞ്ച് ഇട്ട് നമുക്ക് പിടിക്കാം. പോ കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് അവനെ തീർത്തേക്കാം കേസ്. ഓക്കെ, വട പയ്യ അവൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേസ്. ഓക്കെ ഓക്കെ ഗൈസ്, തീർത്തേക്കാം. അങ്ങനെ ക്ലോസ് റേഞ്ച് കോമ്പാറ്റ് നമ്മൾ തീർത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ചത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും ഈ ഫസ്റ്റ് വീഡിയോ ആണ്, ഞാൻ അത്രയും ലോങ് ആയിട്ട് ഞാനങ്ങോട്ട് എടുക്കുന്നില്ല ഗൈസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒക്കെ ഒന്ന് കാണിക്കുകയാണ്. ഓക്കെ ഗൈസ്, അടുത്തൊരുത്തം വന്നിട്ടുണ്ട്. വൺസ് മോർ. എന്ത് ചെയ്യണം സ്പോട്ട്? വേണ്ട ഗൈസ്, I'm ready. എവിടെ എന്താകത്ത് കയറാത്ത പറ്റേ എന്നെ വെളിയിട്ട് പോലും രക്ഷോട്ട് ഗൈസ്. ഗോൾഡ് ആർമറിലൊക്കെ ആയിരുന്നു ഇതൊക്കെ. നമുക്ക് ഫുഡ് കഴിക്കാം, കുറച്ച് റീസൺ ആയിക്കോട്ടെ ഗൈസ്. ഇനി ആരെങ്കിലും വരാനുണ്ടോടാ? ആർക്കറിയാം ഗൈസ്. ഗൈസ് എന്തായാലും ആരോ ഒരാളുണ്ടോ അതിനകത്ത്? ആരാണ് അയാൾ? നമുക്ക് കുറച്ചുകൂടെ ടോർച്ച് വേണ്ടി വരുമോ എന്നൊരു ചെറിയ ഡൗട്ട് ഗൈസ്. എന്തായാലും നമുക്ക് നല്ല ഫർണസിലാണ്. ഇതെവിടുന്ന ഈ വില്ലേജർ സോംബി വില്ലേജർ ഇങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ ഗൈസ്. സോംബി വില്ലേജറിൻ്റെ ഗോൾഡൻ ആപ്പിളും മറ്റേ പോഷനോ അതും കൊണ്ട് നമുക്ക് ക്യൂർ ചെയ്തിട്ട് തുടങ്ങി വില്ലേജറാക്കിയിട്ട് അങ്ങനെ ഒരു ട്രേഡിംഗ് ഹൗസ് സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത സോംബി കേസ്. ഓക്കെ, എന്തായാലും ഇതിൻ്റെ അകത്ത് ഫർണസ് ഉണ്ടാക്കുന്നുണ്ട് കേസ്. ഓക്കെ, ചാവട ഞാൻ ചെയ്യാൻ ചത്തും. ഓക്കെ, എന്തായാലും ഇത് ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ട് നമുക്കിവിടെ എന്തായാലും നമുക്ക് കുറച്ച് ഫുഡ് കുക്ക് ചെയ്യാം കേസ്. ഓക്കെ, മട്ടൻ വേണോ അത് ഇത് വേണോ? അത് നമുക്ക് ഇവിടെ ഇരിക്കട്ടെ കേസ്. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ മട്ടനും ബീഫും കൂടെ കുക്ക് ചെയ്യണം കേസ്. ഓക്കെ, ഷീൽഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത്രയും സീനിലെന്നാണ് തോന്നുന്നത്. ഷീൽഡ് കിട്ടിയിട്ട് പിന്നെ ചത്ത് കഴിഞ്ഞിട്ട് അത്രയ്ക്ക് തരികയെന്ന് തന്നെ വിളിക്കരുത് കേസ്. കാരണം നമുക്ക് വലുതായിട്ട് ഷീൽഡ് ഉപയോഗിക്കാൻ അറിയത്തില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമായിരിക്കാം. അപ്പോൾ ഏകദേശം അയൺ എല്ലാം ഒന്ന് മെൽറ്റ് വരുന്നുണ്ട്. 4 കൂടെ ഉള്ളൂ. 4 കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മട്ടനും ബീഫ് ഇടണം. അതൊന്ന് റോസ്റ്റ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈ വൈറ്റ് സ്കെൽട്ടൻസിനെ തപ്പണം. ബ്ലാക്ക് സ്കെൽട്ടൻസ് ഇവിടെ കിട്ടത്തില്ല കേസൊക്കെ, അത് നെതറിലേ ഉള്ളൂ. നെതറിൽ പോകുന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ സെറ്റാക്കാൻ തോന്നുന്നു, കാരണം നമ്മുടെ ഓൾറെഡി ഒരു റോണ്ട് പോർട്ടലുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗോണ ബി എ പ്രോബ്ലം. നമുക്ക് എന്തായാലും ഈ അയണെല്ലാം എടുത്തേക്കാം കേസൊക്കെ. പറഞ്ഞിട്ട് കേസ് അടുത്തായിട്ട് നമുക്ക് ഷിയേഴ്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഈ ഷീപ്പിനെ എല്ലാം ഒരു ഫെൻസിനകത്താക്കിയിട്ട് അങ്ങനെ നമുക്കൊരു ഷീപ്പ് ഫാം തുടങ്ങി അതുവഴി കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ വില്ലേജസിൻ്റെ ബെഡ്സിൻ്റെ കാര്യമൊക്കെ ട്രേഡിങ് ഹോളിനൊക്കെ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് സെറ്റാക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. സോ കഴിച്ചിട്ട് എന്തായാലും നമുക്ക് കുറച്ച് റീസൺ അടിക്കാം ഗൈസ്. ഇനി എന്തായാലും അതവിടെ ഇരിക്കട്ടെ ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ 5 ബോളുണ്ട് ഗൈസ്. ഓക്കെ, ആവശ്യത്തിലധികം ഉണ്ട്, മതിയായിരിക്കും ഗൈസ്. പക്ഷെ എന്നാലും നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഈ റവീനിലാണ് സ്പെൻഡ് ചെയ്യുന്നത്, കാരണം വെളിയിലോട്ട് പോകാൻ പറ്റത്തില്ല. വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ സാധനമൊക്കെ വരും ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും എന്താ പറയുക, ഒരു ഷീൽഡ് സെറ്റാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ അങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്യണമല്ലോ. ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്നും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫർണസ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, സൈഡിൽ ആ ഒരു കാര്യം കഴിഞ്ഞാൽ ഈ ഹോളിൽ പ്ലേസ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഒരു ഷീൽഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സാഡിൽ ഉണ്ടാക്കാൻ പറ്റില്ല ഗൈസ്. ഇപ്പോൾ പുതിയ അപ്ഡേഷനിൽ വന്നാണെന്നാണ് തോന്നുന്നത്. പണ്ടൊക്കെ എന്താ ഫിഷിങ്ങിലൂടെ എങ്ങാണ്ടേ പറ്റത്തുള്ളായിരുന്നു. നമുക്ക് മാപ്പ് എടുത്ത് മാറ്റിയിട്ട് ഷീൽഡ് എടുത്ത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ചേക്കാം ഗൈസ്. ഓക്കെ, ഒരു അയൺ പിക്കാക്സ് എടുത്തേക്കാം ഗൈസ്. എന്തെങ്കിലും ഡയമണ്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് മൈൻഡ് ചെയ്യാനായിട്ടുള്ളൊരു പിക്കാക്സോടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഫൈറ്റിംഗ് പവറിനായിട്ടുള്ള ആക്സും എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഗൈസ്, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം, മീൻസ് പൊട്ടിച്ചിറങ്ങണം. അയൺ പിക്കാക്സ് ഒക്കെ എന്തിനാ വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് സ്റ്റോണിൽ തന്നെ യൂസ് ചെയ്യാം ഗൈസ്. ഓക്കെ, ആരോ ഉണ്ടോ ചെറിയ ഡൗട്ട് ഗൈസ്. ഓക്കെ, ഞാൻ എന്തൊക്കെയോ സൗണ്ട് കേട്ടിട്ടുണ്ട് ഗൈസ്. ആരും അല്ലേ? think it was my imagination, I guess. സോംബി ഫ്ലഷ് ഒക്കെ തിന്നേണ്ട ഗതിയായി ഗൈസ്. ഓക്കെ, ബീഫിന് പണ്ട് ബീഫ് എന്തിനാ ഗൈസ് വേസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് ഇതൊക്കെ റേസിനടിക്കാം. എന്തായാലും വെളിയിൽ ഒന്നിനെയും കാണുന്നില്ല നിലവിൽ. അങ്ങോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ഗൈസ് ഞാൻ ചാകുന്ന പറയാൻ പറ്റത്തില്ല. സോ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം, വെള്ളിലോട്ടൊന്ന് ഇറങ്ങി നോക്കാം ഗൈസ്. ഗൈസ് അവിടെ നിന്നെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഒരു സൗണ്ട് വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ പാവാണ്. ലോങ് റേഞ്ച് വേണ്ട. ഷീൽഡ് പ്രൊട്ടക്ട് മീ പ്ലീസ്. തിന്നോട്ടെ, ഒറ്റ മിനിറ്റ് തിന്നോട്ടെ. പഴയ പോലെ ഗൈസ്, തീർന്നു ഗൈസ്, ഞാൻ തീർന്നുണ്ട്. സോ നമുക്കെന്തായാലും പിറ്റേ ദിവസം പോയി ഒന്ന് നേരെ പോയി എടുത്തേക്കാം ഗൈസ്. ഓക്കെ, ദിസ് ഡേ ടു അതിൻ്റെ സ്റ്റഫൊന്നും ഡിസപ്പിയർ ആവാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. അയ്യോ, കത്തിപ്പോയ സോംബി എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാനും കത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, വെരി നൈസ്, സബാഷ്. മനുഷ്യന് 2 ഹെൽത്ത് പവറിലാണ് വയ്ക്കുന്നത്. എന്തായാലും ആദ്യത്തെ സോംബി കത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എല്ലാം കൂടെ ഒരു അടി അടിച്ചു ഗൈസ്. അടി അടിച്ച് കഴിഞ്ഞാൽ കൊണ്ടു കഴിഞ്ഞാൽ വലിയ സീനില്ലെന്ന് തോന്നുന്നു. കുറേ സ്കെൽട്ടനൊന്നും ഇല്ലാതെ അത്രയും നല്ല കാര്യം ഗൈസ്, ഭാഗ്യമുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ ഞാൻ റെവ്യൂം കണ്ടുപിടിച്ച സ്റ്റഫ് ഡിസ്പെയർ ആവുന്നതിന് മുമ്പ് പെട്ടെന്ന് പോയി എടുക്കണം ഗൈസ്. കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ആയാലും ഷീൽഡും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. പിന്നെ വേറൊരു കാര്യം ഗൈസ്, എൻ്റെ മാപ്പ് അതിനകത്തുണ്ട് ഗൈസ്. എന്തോ പോയാലും അത് മതിയായിരുന്നു ഗൈസ്. ഓക്കെ,
It's one of the first things of this world. എന്തായാലും നമുക്ക് താഴോട്ട് ഇറങ്ങണം. സോ കേസ് ഒന്നാതെ ലോഹർ ബാറിലായിരുന്നു കേസ്. കേസ് സാധനം ഒന്നും എവിടെയും പോയിട്ടില്ല. നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേസ്. നോ റീസ്. ഓക്കെ, ടോർച്ച് അത്യാവശ്യം എല്ലാം തോന്നുന്നത്. എൻ്റെ അയൺ പിക്കെക്സ് ഒക്കെ ഇവിടെ അതുകൊണ്ട് കേസ്. ഓക്കെ, മണ്ടയ്ക്ക് ഉണ്ട്. സ്റ്റോണും അയണും എല്ലാം തന്നെ പിക്കെക്സ് മണ്ടയ്ക്ക് ഉണ്ട്. പിന്നെ അപ്പുറത്തെ ബോയും കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ്. ഓക്കെ, ഞാൻ വിചാരിച്ചു എല്ലാം പോയെന്ന്. നോറീസ് ഒന്നും പോയിട്ടില്ല. സീനില്ല കേസ്. ഓക്കെ കേസ്, നമ്മളെന്തായാലും ഇപ്പം ചത്തിട്ടുണ്ട് കേസ്. നമുക്ക് കുറച്ചുകൂടെ അകത്തോട്ട് പോകാം കേസ്. ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ അകത്തോട്ട് പോയിട്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ് കേസ്. ഓക്കെ കേസ്, ഓക്കെ, ഞാനവിടെ ഒരു വുഡൻ സ്ട്രക്ചർ കാണുന്നുണ്ട് കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു കോള് മൈൻഡ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ടൊരു ലൈറ്റ് അടിക്കാം കേസ്. ഇപ്പം അതൊരു മൈൻഡ് ഷാഫ്റ്റ് ആണെങ്കിൽ കേസ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഈ സീഡ് തരാം. നിങ്ങളെ സീഡ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഒരു പോർട്ടൽ അവിടെ ഒരു മൈൻഡ് ഷാഫ്റ്റ് തൊട്ടിപ്പുറത്ത്. ഓക്കെ കേസ്. ഓക്കെ കേസ്, അടുത്ത വന്നിട്ടുണ്ട് കേസ്. ഹലോ, തന്നെയാണോ കേസ്? ഇപ്രാവശ്യം ഷീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട് കേസ്. ഓക്കെ, ചത്ത കേസ്. ഓക്കെ 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 ഈ സീഡ് എന്തായാലും നിങ്ങൾക്ക് ഞാൻ തന്നേക്കാം കേസ്. ഓക്കെ, നമുക്കതിൽ തന്നെ ഈ കോളെല്ലാം ഒന്ന് മൈൻഡ് ചെയ്തേക്കാം. അത് ആവശ്യം വരും. ടോർച്ചസ് കുറവാണ്, 11 ടോർച്ചേ ഉള്ളൂ. ബാക്കി ഓക്കെ 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 അടങ്ങിയിട്ടടാ. വെകളികളെല്ലാം കൂടെ പുറകിൽ നിന്ന് വന്നേ അടിക്കത്തുള്ളൂ കേസ്. ഓക്കെ, നമുക്ക് കുറച്ച് റീസൺ ചെയ്യാം. എന്തായാലും നമുക്ക് കോളെല്ലാം എടുത്ത് മൈൻഡ് ചെയ്തിട്ടുണ്ട് കേസ്. ഓക്കെ, കാണുന്നല്ലോ. സോ നമുക്ക് താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം. അതൊരു മൈൻഡ് ഷാഫ്റ്റ് ആണ് കേസ്. ഓക്കെ, ഞാൻ പറയുള്ളൂ കേസ്. നിങ്ങൾ എന്തായാലും ഈ സീഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങൾക്ക് സീഡ് തരാം. അടുത്ത എപ്പിസോഡിൽ വല്ലതും ഈ സീഡ് തന്നേക്കാം കേസ്. അടുത്ത വെക്കിളി പോടാ 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 പോടാ. ചത്തില്ലേ ഇതുവരെ? പോടാപ്പ. മൈൻഡ് ഷാഫ്റ്റ് എന്തായാലും നമുക്ക് മീൻസ് ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന നമുക്ക് സെക്കൻഡ് എപ്പിസോഡ് ചെയ്യാം ഗൈസ്. എന്തായാലും ഈ എപ്പിസോഡിൽ ഇനി മൈൻഡ് ഷാഫ്റ്റോടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ശക്തി എനിക്കില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഈ കോള് മൈൻഡ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അയണോളുണ്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഒരു 3-4 അയണുണ്ട്. 5 കുറേ ഉണ്ട് ഗൈസ്. ഇതിൽ വലിയ വെയിനാണ് ഗൈസ്. ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള അയൺ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഒരു 8 കാണും കിട്ടിക്കാണും. സോ നമുക്ക് എന്തായാലും ഈ കേവിൻ്റെ അകത്തോട്ടൊന്ന് പോകാം. പക്ഷേ മൈൻഡ് ഷാഫ്റ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഗൈസ് ഞാനിവിടെ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്ത് എല്ലാം ചെയ്യാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മണ്ടയ്ക്കോട്ട് പോയതാണ് ഗൈസ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ മണ്ടയ്ക്കോട്ട് പോയി. അപ്പോൾ ഞാനിവിടെ ഒരു സാധനം കണ്ടു ഗൈസ്. ദിസ് വൺ സിംഗുലർ ഡയമണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് ഗൈസ്. ഓക്കെ, എന്തായാലും ഇത് ബ്രേക്ക് ചെയ്യുക. നമ്മളിവിടെ വീഡിയോ എൻഡ് ചെയ്യുകയാണ് ഗൈസ്. ഓക്കെ, ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമ്മൾ ഇവിടെ ഡയമണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് എപ്പിസോഡിലൊക്കെ എല്ലാവരും ഇതിൻ്റെ ഒരു നല്ല പേര് സജസ്റ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ എനിവേസ് ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.